വേറെ ഇപ്പൊ എല്ലാം പോയില്ല. പോലീസ് തന്നെയാണ് ഒരു ആക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനും ഇവിടെ ഉണ്ടാവില്ല. 2 പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അത്രേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു. ഞാൻ അച്ഛൻ എപ്പോൾ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ കൂടെ പോണതാണ്. ഇന്നലെ ഞായറാഴ്ച പോയിട്ടില്ല. ഞാനും പോയതാണെങ്കിൽ ഇതന്നെയല്ല എൻ്റെ അവസ്ഥ. ജീവൻ കൊടുത്ത അമ്മയുടെ ചോരയിൽ പുതഞ്ഞ അനക്കമറ്റ ശരീരം കണ്ട് വർഷമഞ്ച് പൂർത്തിയാകുമ്പോഴേക്കും അതേ വീട്ടിൽ അതേ കൊലയാളിയുടെ വടിവാൾ തലപ്പിൽ അച്ഛനും അച്ചമ്മയും വെണ്ണീറായ വേദനയിൽ താങ്ങും തണലും പോയില്ലേ, ഞങ്ങൾക്കിനി ആരാ എന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ തീക്കണ്ണീരിൽ ആ സാധുക്കളുടെ നിലവിളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന ആത്മപുച്ഛത്തിൽ അസ്വസ്ഥമാക്കുന്ന നെന്മാറ വാർത്തകൾക്ക് ചോരച്ചുവയാണ്. പാലക്കാട്ടിൽ പെരുമഴയിൽ ഇടിവെട്ടിയങ്ങ് മരിച്ചുപോയവരല്ല. 2 തവണയായി 3 സാധുക്കളെ ഒരു മനുഷ്യമൃഗം വിരട്ടി വേട്ടയാടി വെട്ടിയിട്ടതാണ്. നരഭോജി ജാമ്യത്തിലിറങ്ങി അന്നു മുതൽ പ്രാണൻ കയ്യിൽ പിടിച്ച് പേടിച്ച് ജീവിച്ചവരാണ്. രാഷ്ട്രീയ ശക്തിയില്ലാത്തവരാണ്, ആൾബലമില്ലാത്തവരാണ്, പാവങ്ങളാണ്. അങ്ങേയറ്റം വാവിട്ട് കരഞ്ഞു കണ്ണീര് പറ്റിയ പെൺകുട്ടികളുടെ കാഴ്ചയിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖമോർമ്മ വരുന്നില്ലേ? അഖില പറയലാണ്, അയൽവക്കത്ത് ആ കൊലയാളി വന്നതു മുതൽ അമ്മയുടെ ചോര വീണയ വീട്ടിലേക്ക് അച്ഛൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടുപോകാറുണ്ട്. ആയുഷ്കാലത്തേക്ക് അമ്മയോർമ്മയുടെ ആഘാതത്തിൽ പിതാവിന് കാവലായി ദുർബലമായ കൈകൾ കൊണ്ട് അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കൗമാരക്കാർ ഹൃദയാഴത്തിൽ പേര് നടന്ന പേടി എത്ര ഭയാനകമാണ്. ആ മുടിഞ്ഞ വെറിയൻ കൊലയാളി കത്തിരാകുന്ന ഭീതിയിൽ അഖില അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയതാണ്. ഏമാനെ പേടിയാണ്, ഞങ്ങളെ പാതി അനാഥമാക്കിയ ഒരുത്തൻ കട്ട്രോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തു വന്ന് താമസമാണ്, വീട്ടിൽ കിടത്തുറങ്ങാൻ നിവൃത്തിയില്ല സാറേ, കാക്കണം. എന്നിട്ടും അഖിലയും അതുല്യയും അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ്. അന്നു കൂപ്പിയ കൈ പുറങ്കാലിനടിച്ച് ചോരക്കൊതിയൻ ചെന്താമനെ വിളിച്ചങ്ങ് തലോടി വിട്ടതിന് അനന്തരഫലമാണ് ഇന്നു കേട്ട കൂട്ടക്കരച്ചിൽ. ഇന്നു കണ്ട പട്ടട കുറ്റവാളിയാണ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പകമൂത്തൊരുത്തനാണ്. സ്വന്തം ഭാര്യയെ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴിനീളം അറഞ്ഞു തല്ലിയ ഒരുത്തനാണ്. ഓങ്ങിയ വടിവാളിൽ ജീവൻ കൊണ്ടോട് രക്ഷപ്പെട്ട സ്ത്രീയാണ്. ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്നു മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിൽ ഇറങ്ങിയവനാണ്. നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തിനാ? കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ? നെഞ്ചിൽ കൈവച്ച് പറയണം പോലീസെ, അഖിലയുടെ സ്ഥാനത്ത് ഒരു കോടീശ്വര പുത്രി ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നോ നിങ്ങൾ ഈ മര്യാദഘട്ട മന്ദത? ഞങ്ങളുടെ നികുതി പണത്തിന്റെ പങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ, ലാത്തിയും തൊപ്പിയും മാറ്റിവെച്ച കോട്ട മൈതാനിയിൽ പോയി പഠിക്കണം, ബേസിക് ട്രെയിനിങ് കഴിയില്ലെങ്കിൽ ആ യൂണിഫോം ഊരി പോത്തുണ്ടി പുഴയിലെറിഞ്ഞ് വേറെ വല്ല പണിക്കുമ്പോ ജീവനും സ്വത്തിനും കാവൽ കൊടുക്കേണ്ട സംവിധാനങ്ങളെ പഞ്ചായത്തിലടക്കം നേരത്തെ അറിയിച്ചിട്ടും ഒരു പെൺകുട്ടി പേടിച്ച് തറം പറ്റിയെങ്കിൽ, അഖിലയും അതുല്യയും അനാഥരായെങ്കിൽ ആ പാതകജന്മം അന്ധവിശ്വാസി ചെന്താമരയുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസെ ആഭ്യന്തര വകുപ്പെ നിങ്ങളുടെ നെഞ്ചത്താണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക്